ഹായ് മക്കളെ, നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചാലോ? ഇവിടെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് സൂപ്പറായിട്ട് പഠിച്ചില്ലേ? അതെല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പം നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചു തുടങ്ങിയാലോ? സെക്കൻഡ് ചാപ്റ്റർ ഏതാണ്? സർക്കിൾസ് ആൻഡ് ആംഗിൾസ്. അപ്പം നമുക്ക് സർക്കിളിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ടൊന്ന് പഠിച്ചാലോ? അതറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കണേ. അറിഞ്ഞുകൂടാത്തവർ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഈ ചാപ്റ്ററിൻ്റെ ഫുള്ള് നമ്മുടെ ബേസ് ഫുള്ള് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ചാപ്റ്റർ മനസ്സിലാവൂ. ഓക്കെ, ഇതെന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണിത്? സർക്കിളിൻ്റെ സെൻറ്ററാണ്. സെൻറ്റർ നമ്മൾ പേര് കൊടുക്കാറില്ലേ? അപ്പം ഞാനിവിടെ O എന്ന് പേര് കൊടുത്തു. സെൻറ്റർ O. അപ്പോൾ സെൻറ്ററിന് എന്തെന്ന് പേര് കൊടുത്തു? O എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇനി എന്താണ് റേഡിയസ്? എന്താണ് റേഡിയസ്? നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. എന്താണ് റേഡിയസ്? ആ റേഡിയസിന് സ്മാൾ r വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഇപ്പം റേഡിയസ് എന്ന് വെച്ചാൽ ഡെഫിനിഷൻ ചോദിച്ചാൽ എന്തോ പറയണം? എന്താണ് നമ്മൾ റേഡിയസ് എന്ന് മനസ്സിലാക്കിയത്? എന്താണ്? ഇപ്പോൾ സർക്കിളിൻ്റെ സെൻറ്റർ മുതൽ സർക്കിളിൻ്റെ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇവിടം വരെ ആവാം, ഇവിടെ നിന്ന് ഇവിടം വരെ ആവാം, ഇത് ഏത് പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസും ആവാം അല്ലേ? സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സർക്കിളിൻ്റെ ഒരു പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് എ സർക്കിൾ. ഇപ്പം റേഡിയസ് നമുക്കൊന്ന് വരച്ചാലോ? ഇതിൻ്റെ റേഡിയസ് അല്ലേ? അപ്പം ഇത് നമുക്ക് പേര് കൊടുത്താലോ? ഇതിന് A എന്ന് പേര് കൊടുത്താൽ എന്താണ്? OA ഒരു റേഡിയസ് അല്ലേ? അത് നമുക്ക് ഇഷ്ടം പോലെ റേഡിയസ് വരച്ചുകൂടെ? അപ്പം ഞാൻ ഒരെണ്ണം വരച്ചു, OA എന്ന് വരച്ചു. അപ്പോൾ റേഡിയസ് എന്താണ്? OA റേഡിയസ് ആണ്. ഓക്കെ, അപ്പം ഇനി അടുത്ത് എന്താ? കോഡ്. എന്താ കോഡ്? ഒരു സർക്കിളിൻ്റെ കോഡ് എന്ന് വെച്ചാൽ എന്താ? റേഡിയസ് എന്താണ്? സെൻറ്റർ മുതൽ സർക്കിളിൻ്റെ ഒരു പോയിന്റിലോട്ടുള്ള ലൈനിനെ പറയുന്ന പേരാണ് റേഡിയസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കോഡ് എന്താ? നമുക്കറിയാം അല്ലേ? സർക്കിളിൻ്റെ രണ്ട് പോയിന്റിനെ എന്താണ് യോജിപ്പിച്ച് വരയ്ക്കുവാണെങ്കിൽ, സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ അല്ലേ, സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് യോജിപ്പിച്ച് വരയ്ക്കുവാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? കോഡെന്ന് പറയൂലേ? ഇപ്പോൾ കോഡിന് ഞാനുണ്ട് PQ എന്ന് പേര് കൊടുത്തു. അപ്പോൾ എന്താണ്? സർക്കിളിലെ ഒരു കോഡാണ്. ഇപ്പോൾ കോഡ് നമുക്ക് ഒരുപാട് വരച്ചുകൂടെ? വരയ്ക്കാം. എന്താ ഡയമീറ്റർ? എന്താ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. എന്താ ഡയമീറ്റർ? ഇപ്പോൾ കോഡ് എന്താണ്? സർക്കിളിലെ രണ്ട് പോയിന്റ്സിനെ യോജിപ്പിച്ച് വരയ്ക്കുന്ന ലൈനിനെ പറയുന്ന പേരാണ് കോഡ്. അങ്ങനെ ഡയമീറ്റർ എന്താ? സെൻറ്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന കോഡിനെ പറയുന്ന പേരാണ് ഡയമീറ്റർ. എന്താണ്? സെൻറ്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന കോഡിന് പറയുന്ന പേരാണ് ഡയമീറ്റർ. അപ്പം സെൻറ്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന കോഡിന് പറയുന്ന പേരാണ് ഡയമീറ്റർ. ഇതിന് ഞാൻ CD എന്ന് പേര് കൊടുത്തു. അപ്പോൾ ഡയമീറ്റർ ഏതാണ്? CD ആണ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? റേഡിയസിൻ്റെ ഇരട്ടിയാണ് ഡയമീറ്റർ എന്ന് പഠിച്ചിട്ടില്ലേ? അപ്പോൾ നമ്മളിവിടെ റേഡിയസ് എന്താണ്? OA അല്ലേ? അപ്പോൾ CD എന്ന് വെച്ചാൽ എന്താണ്? 2 × OA എന്ന് എഴുതി കൂടെ നമുക്ക്? 2 × OA. ഓക്കെ, ഡയമീറ്റർ റേഡിയസിൻ്റെ ഇരട്ടിയാണ്. ഏറ്റവും വലിയ കോഡ് എന്ന് വെച്ചാൽ ഡയമീറ്റർ എന്ന് പറയണം. ഓക്കെ, ഡയമീറ്റർ സർക്കിളിനെ ഈക്വൽ ഹാഫ് എന്ന് പറയില്ല, തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? രണ്ട് സെഗ്മെൻ്റായിട്ട്, നമ്മൾ സെഗ്മെൻ്റൊക്കെ ഈ ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ട് സെഗ്മെൻ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താ ആർക്ക്? എന്താ ആർക്ക്? ഞാനുണ്ട് സർക്കിളിലെ രണ്ട് പോയിന്റ്സ് ഞാനിവിടെ അടയാളപ്പെടുത്തി. അതിന് A എന്നും കൊടുത്തു, B എന്നും കൊടുത്തു. നിങ്ങൾ ഇതൊരു വളയായിട്ട് വിചാരിച്ചാലേ, ഈ വള A എന്ന പോയിന്റും B എന്ന പോയിന്റും വെച്ച് പൊട്ടിപ്പോയെന്ന് വെച്ചോ. അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ട് വളപ്പാസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലയോ? രണ്ട് പാർട്ട് കിട്ടത്തില്ലയോ? ഇത്രയും ഒരു പാർട്ട്, ഇങ്ങനത്തെ ഒരു വളഞ്ഞൊരു പാർട്ടും കിട്ടും, ഇങ്ങനെ വലിയൊരു പാർട്ടും കിട്ടും.
അപ്പോൾ ഈ വളഞ്ഞൊരു പാർട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് പീസും കിട്ടും, ഇവിടെ ഒരു വലിയ പീസും കിട്ടത്തില്ലേ? ഞാൻ ഇവിടെ ഒരു പി എന്നൊരു പോയിൻ്റ് കൊടുത്താൽ ഈ പീസിന് APB എന്ന് പറഞ്ഞൂടെ? അടുത്ത് ഇവിടെ സി എന്ന് കൊടുക്കുവാണെങ്കിൽ ഈ പീസിന് ACB എന്ന് പറഞ്ഞൂടെ? പറയാം. അപ്പോൾ ഈ ഒരു APBനെ പറയുന്ന പേരാണ് ആർക്കെന്ന് പറയും. എന്താ പറയും? ആർക്കെന്ന് പറയും. അപ്പം ഈ ആർക്ക്, ഈ APBനെ അപേക്ഷിച്ച് നോക്കുമ്പം ACB വലുതല്ലേ? ആണ്. അപ്പം APBനെ നമ്മൾ പറയുന്നത് എന്താണ്? മൈനർ ആർക്ക്, ചെറിയ ആർക്കെന്ന് പറയും. അപ്പം മൈനർ ആർക്ക് എന്താണ്? APB ആണ് മൈനർ ആർക്ക്. അല്ലെങ്കിൽ ACB എന്തെന്ന് പറയും? മേജർ ആർക്കെന്ന് പറയും. ACBനെ മേജർ ആർക്കെന്ന് പറയും. ഇപ്പം മേജർ ആർക്കും മൈനർ ആർക്കും എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി ഇവിടെ നോക്ക്, ഇത് സെൻറ്റർ അല്ലേ? അപ്പോൾ ഈ മേജർ ആർക്കും മൈനർ ആർക്കും എന്താണ്? A എന്ന പോയിന്റിൽ നിന്നും B എന്ന പോയിന്റിൽ നിന്നുമാണല്ലേ ഉണ്ടാവുന്നത്? ആണ്. അപ്പോൾ ഈ A എന്ന പോയിന്റിനെയും B എന്ന പോയിന്റിൽ നിന്നും കൂടെ എന്താണ്, ഈ രണ്ട് പോയിൻറ്സും സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ഒരു ആംഗിളില്ലേ? A എന്ന പോയിൻറ്റും ഈ B എന്ന പോയിൻറ്റും സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ പറഞ്ഞ പേരാണ് എന്താണ്? ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നില്ലയോ? ഈ ആംഗിളിനെ നമ്മൾ പറഞ്ഞ പേരാണ് സെൻറ്റർ ആംഗിൾ എന്ന് പറയും. ഇവിടെ നമ്മൾ സെൻറ്ററിന് O എന്ന് കൊടുത്താൽ സെൻറ്റർ ആംഗിൾ എന്തെന്ന് വരും? AOB എന്ന് വരൂലേ സെൻറ്റർ ആംഗിൾ? ഓക്കെ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? റേഡിയസ് പഠിച്ചു, സെൻറ്റർ എന്താണെന്ന് പഠിച്ചു, റേഡിയസ് പഠിച്ചു, കോഡ് പഠിച്ചു, ഡയമീറ്റർ പഠിച്ചു, ആർക്ക് എന്താണെന്ന് പറഞ്ഞു, മൈനർ ആർക്കും മേജർ ആർക്കും സെൻറ്റർ ആംഗിൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്കറിയാവുന്ന കാര്യം എന്താണ്? പെരിമീറ്റർ ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. 6 റേഡിയസ് ആണെങ്കിൽ പെരിമീറ്റർ എന്തോ ചെയ്യും? 2πr ചെയ്താൽ മതി എന്ന് പഠിച്ചിട്ടില്ലേ നമ്മൾ? അടുത്ത ഏരിയ ഓഫ് എ സർക്കിൾ എന്താണ്? πr². ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? πr². ഓക്കെ. ഇനി എന്താണ് പാർട്ട് ഓഫ് എ സർക്കിൾ? ഓക്കെ. പാർട്ട് ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ A എന്ന പോയിന്റും B എന്ന പോയിന്റ് ഈ സർക്കിളിനെ രണ്ട് ആർക്കായിട്ട്, രണ്ട് മേജർ ആർക്കും മൈനർ ആർക്കുമായിട്ട് ഭാഗിച്ചില്ലേ? ആണ്. അപ്പോൾ ഈ AB എന്ന് പറയുന്ന ഈ ഒരു ഭാഗമില്ലേ, അത് ഈ സർക്കിളിൻ്റെ എത്ര പാർട്ടാണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എന്താണ് ഈ AB എന്ന ഈ പോർഷൻ, ഈ ആർക്ക് ഈ സർക്കിളിൻ്റെ എത്ര പാർട്ടാണ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ഈ പോയിൻ്റ് സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് സെൻറ്റർ ആംഗിൾ എന്ന് പറയുന്നത്. ഞാൻ അതിനൊരു 120 ഡിഗ്രി ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ പാർട്ട് ഓഫ് എ സർക്കിൾ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സെൻട്രൽ ആംഗിൾ എന്താണ്? സെൻട്രൽ ആംഗിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ആംഗിൾ. ടോട്ടൽ ആംഗിൾ എത്രയാ? 360 അല്ലേ? ബൈ 360 ചെയ്താൽ മതി. ഓക്കെ. തിരിച്ച് എന്താണ്? പാർട്ട് ഓഫ് എ സർക്കിൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അതിൽ സെൻറ്റർ ആംഗിൾ നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് എന്താണ്? പാർട്ട് ഓഫ് എ സർക്കിൾ ഇൻറ്റു 360 ചെയ്യണം. എന്താണ്? പാർട്ട് ഓഫ് എ സർക്കിൾ ഇൻറ്റു 360 ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കിയാലോ? അപ്പം നമുക്ക് ഇത് സെൻറ്റർ ആംഗിൾ 120 ആണ് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ പാർട്ട് ഓഫ് എ സർക്കിൾ നമുക്ക് കണ്ടുപിടിക്കാം. പാർട്ട് ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു, ഇപ്പോൾ സെൻറ്റർ ആംഗിൾ എത്രയാ? 120 അല്ലേ? അപ്പോൾ 120 ഡിവൈഡഡ് ബൈ 360, 0 കട്ട് ഈസ് ഈക്വൽ ടു 1/3. ഇനി നമുക്ക് എന്താണ്? സെൻറ്റർ ആംഗിൾ അറിയില്ലെന്ന് വിചാരിച്ചോ, പാർട്ട് മാത്രം അറിയാം. അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ആംഗിൾ ഇതിനകത്ത് എങ്ങനെ കണ്ടുപിടിക്കും? സെൻട്രൽ ആംഗിൾ ഈസ് ഈക്വൽ ടു എന്താണ്? പാർട്ട് 1/3 എന്ന് അറിഞ്ഞൂടെ? അപ്പോൾ 1/3 ഇൻറ്റു 360 ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. ഓക്കെ. അതിനകത്തുനിന്ന് സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ?
നോക്കേ. ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയ ആണ്. ഈ ഐഡിയ ആണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ ഫുള്ള് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണേ ഒന്ന്. അപ്പോൾ നോക്കേ, എ ബി എന്ന് പറയുന്ന ആർക്ക് സെൻറ്റർ OUമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് AOB. അപ്പോൾ AOB എന്താണ്? AOB സെൻറ്റർ ആംഗിളാണ്. AOB എന്താണ്? സെൻട്രൽ ആംഗിൾ. AOB സെൻട്രൽ ആംഗിളാണ്. നമുക്കറിയാവുന്ന കാര്യമല്ലേ? ആണ്. നോക്ക്, എ എന്ന പോയിൻറ്റും ബി എന്ന പോയിൻറ്റും സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് സെൻറ്റർ ആംഗിൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എ എന്ന പോയിൻറ്റും ബി എന്ന പോയിൻറ്റും ഇത് ഈ ആർക്കിനെ പറഞ്ഞ പേരെന്താണ്? മേജർ ആർക്കല്ലേ? ആ മേജർ ആർക്കുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താണ്? എങ്ങനെ വരച്ചുകൂടെ നമുക്ക്? ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നില്ലേ? ഈ ആംഗിൾ എന്താണ്? അപ്പോൾ ഇവിടെ സി എന്ന് കൊടുത്തു. ACB എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ടാവുന്നു. ഈ എന്നും ബിന്നും തന്നെ ആയിരിക്കണം. ഇതാണ്. അപ്പോൾ ഈ ആംഗിൾ ഞാൻ പറയുന്നു, ഈ സെൻറ്റർ ആംഗിൾ എനിക്ക് എൻ്റെ കയ്യിൽ 120 ഡിഗ്രി ആണെന്ന് ഞാൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ ACB എന്ന് പറയുന്നത് ഈ 120യുടെ ഹാഫ് ആയിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. പഠിച്ചു വയ്ക്കണേ. എന്താണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ ആൾട്ടർനേറ്റ് ആർക്കെന്ന് വേണമെങ്കിലും പറയാം, മേജർ ആർക്കെന്നും പറയാം. അപ്പം മേജർ ആർക്കിലാണ് ഉള്ള ഒരു പോയിൻറ്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഇതിൻ്റെ ഹാഫ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നില്ലേ? ഈ ആംഗിൾ എന്തായിരിക്കും? ആലോചിച്ച് പറ. നമ്മൾ എന്താ പഠിച്ചത്? ഈ ആർക്കിൽ നിന്ന് മേജർ ആർക്കിലോട്ടുണ്ടാവുന്ന ഒരു പോയിന്റിൽ നിന്ന് ഉണ്ടാവുന്ന ആംഗിൾ സെൻറ്റർ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും നമ്മൾ പഠിച്ചു. അപ്പം ഈ 60 എങ്ങനെയാണോ വന്നത് അതേപോലെയല്ലേ ഇതും വന്നേക്കുന്നത്? ആണ്. അപ്പം 120യുടെ ഹാഫ് ഇനിയായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ആർക്കിനകത്ത് നമ്മൾ എവിടെ ആംഗിൾ എയിലും ബിയിലും ടച്ച് ചെയ്ത് വരച്ചാലും നമുക്ക് എന്ത് കിട്ടുള്ളൂ? 60 ഡിഗ്രി കിട്ടത്തുള്ളൂ. ഈ ആംഗിൾ എന്താ? AEB എന്താ? ഈ ആംഗിൾ എല്ലാം എന്താണ് വരുന്നത്? 60 ഡിഗ്രി എന്ന് വരും. മനസ്സിലായോ? ഇനി ആർക്ക് വെച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഏതാണ്ട് ഈ ABനെ ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഈ ABനെ ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സർക്കിളിൽ നോക്ക്, ഇതെല്ലാം ഈ ആംഗിളെല്ലാം വിട്ടിട്ട് നോക്കിയാണെങ്കിൽ ഈ സർക്കിളിനെ ഈ ABയുടെ ഈ താഴത്തെ ഈ കുഞ്ഞു പോർഷനും ഈ വലിയൊരു പോർഷനുമായിട്ട് രണ്ട് സെഗ്മെൻ്റായിട്ട് തിരിക്കുന്നുണ്ട്. അപ്പോഴാലോചിച്ചാൽ മതി നമ്മുടെ എന്താണ് ഇത് സെൻറ്റർ ആംഗിൾ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് സെഗ്മെൻറ്റിലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് സെൻറ്റർ ആംഗിളിൻ്റെ ഹാഫ് വരുന്നത്. അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ, സെൻറ്റർ ആംഗിൾ ഉൾപ്പെട്ട് വരുന്ന സെഗ്മെൻ്റ് ആണോ അത്? അല്ല. അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സെഗ്മെൻറ്റിലെ ഏത് ആംഗിൾ എടുത്താലും സെൻറ്റർ ആംഗിളിൻ്റെ ഹാഫ് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിലൊരു ആംഗിൾ ACB = എങ്ങനെ എഴുതാം? ആംഗിൾ ACB = എന്താണ്? ആംഗിൾ AOB ഡിവൈഡഡ് ബൈ 2 = 120/2 = 60 ഡിഗ്രി. മനസ്സിലായോ? ഇനി ഇവിടെ നോക്കണേ. ഇവിടെ ഞാനൊരു ആർക്ക് AB ആണ്. ഇത് എന്താണ്? AOB ഒരു സെൻറ്റർ ആംഗിളാണ്. അപ്പോൾ ഇത് ഞാനൊരു 100 എടുത്തു കഴിഞ്ഞാൽ ACB എന്തെന്ന് വരും? 50 എന്ന് വരൂലേ? 50 ഡിഗ്രി എന്ന് വരൂലേ? എന്നാൽ ഇവിടെ നോക്കേ, നമുക്ക് വേറൊരു ഐഡിയ ആണ്. ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ചാപ്റ്ററിൽ 3/4 ഭാഗവും ഇത് തന്നെയാണ്. ഓക്കെ, ഇവിടെ ഈ ACB എന്താണ്? അടുത്ത സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഇപ്പം ഇവിടെ ഒരു കോഡ് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് സെഗ്മെൻറ്റ് വെച്ചിട്ട് പറയാം കേട്ടോ. ഇവിടെ ഒരു കോഡ് വരയ്ക്കുവാണെങ്കിൽ ഇതെന്താണ്? അടുത്ത ഓപ്പോസിറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ആംഗിളാണ് ഇതിൻ്റെ ഹാഫ് വരുന്നത്. എങ്കിൽ സെയിം സെഗ്മെൻറ്റ് വന്നാലോ? ഇവിടുത്തെ ഒരു പോയിൻ്റ് ആണെങ്കിലോ എന്തായിരിക്കും? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പം ഓപ്പോസിറ്റ് സെഗ്മെൻറ്റിൽ വന്നാൽ മാത്രമാണ്
ഇതിൻ്റെ ഹാഫ് വരുന്നത്. ഇനി ഇവിടെ ഒരു ആംഗിൾ വന്നാലോ എന്ന് വെച്ചാൽ സെയിം സെഗ്മെൻറ്റ്, സെൻറ്റർ ആംഗിൾ എവിടെയാണോ ഉള്ളത് അതേ സെഗ്മെൻറ്റിൽ തന്നെ എന്താ ആംഗിൾ വന്നു കഴിഞ്ഞാൽ അതേ സെഗ്മെൻറ്റിൽ ഒരു പോയിൻറ്റിൽ നമ്മൾ പോയിൻ്റ് വെച്ചിട്ട് നമ്മൾ ആംഗിൾ വരയ്ക്കുവാണെങ്കിൽ ഈ ആംഗിൾ സെൻറ്റർ ആംഗിളുമായിട്ട് ബന്ധമുണ്ടോ? ഡയറക്റ്റായിട്ട് ബന്ധമില്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ട് ബന്ധമുണ്ട്. കാരണം ഇത് 100 ആണെങ്കിൽ ഇത് 50 ആണെന്ന് നമുക്ക് അറിഞ്ഞൂടെ? ഇതുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ACBയും ആംഗിൾ ADBയും കൂടെ ആഡ് ചെയ്ത് എന്ത് കിട്ടും? ആംഗിൾ ACB പ്ലസ് ആംഗിൾ ADB is equal to 180 ഡിഗ്രി കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആംഗിൾ ACB എത്രയാണെന്ന് നമുക്കറിയാം? 50 ഡിഗ്രി എന്ന് പറഞ്ഞൂടെ? 50 പ്ലസ് ആംഗിൾ ADB is equal to 180 ഡിഗ്രി. ആംഗിൾ ADB അതിനകത്ത് എന്ത് കിട്ടും? ADB is equal to 180 മൈനസ് 50 എന്ന് വന്നു. ആംഗിൾ ADB is equal to എന്ത് വന്നു? 130 ഡിഗ്രി എന്ന് വന്നു. അപ്പോൾ ADB എന്താണ്? 130 ഡിഗ്രി. ഇത് ഒരു മെത്തേഡ്. ഇനി ഒരു മെത്തേഡ് കൂടെ ഉണ്ട്. നമുക്കറിയാം, അവിടെ നോക്കേ, ഇതെന്താ ഒരു ചന്ദ്രക്കല പോലെയല്ലേ ഇരിക്കുന്നത്? അപ്പോൾ ചന്ദ്രക്കല പോലെ ഇരിക്കുന്ന ആ ആംഗിളാണ് ഇതിൻ്റെ ഹാഫ് വരുന്നത്. ഇപ്പം ചന്ദ്രക്കല പോലെ ഇരിക്കുന്ന ആംഗിൾ, ചന്ദ്രക്കല പോലെ ഇരിക്കുന്ന ആംഗിൾ. അപ്പോൾ ഈ ആംഗിളിൻ്റെ ഹാഫ് വരുന്നത് ചന്ദ്രക്കല പോലെ ഇരിക്കുന്ന ആംഗിൾ തന്നെയാണ്. അടുത്തത് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടല്ലോ. ഓക്കെ, ഈ ആംഗിൾ എന്താ? അടപ്പ് പോലെയല്ലേ ഇരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇതും അടപ്പ് പോലെയല്ലേ ഇരിക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ ഹാഫാണ് ഇവിടെ വരുന്നത്. അപ്പം ഇതിൻ്റെ ഹാഫ് ഇവിടെ വരും, ഇതിൻ്റെ ഹാഫ് ഇവിടെ വരും. അതിൻ്റെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സെഗ്മെൻ്റാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എന്ത് വരും? ടോട്ടൽ എത്രയും നമുക്കറിയാം, 360 ആണെന്ന് അറിഞ്ഞൂടെ? അറിയാം. അതിൽ നിന്ന് ഒരു 100 അങ്ങ് പോയാൽ ബാക്കി എന്ത് വരും? 260 വരൂലേ? ഇതിൻ്റെ ഹാഫല്ലേ ഇത് 130. ഓക്കെ, ആ ഐഡിയയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഏത് രീതിയിലായാലും നമുക്ക് ഈ ആംഗിൾസ് തിരിച്ചറിയാനും കഴിയണം, അതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാനും കഴിയണം. ഓക്കെ, ഇത്രയും ഐഡിയ വെച്ച് നമുക്ക് പേജ് നമ്പർ 36 എല്ലാ എക്സസൈസും ചെയ്യാൻ പറ്റും. ഓക്കെ, അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.